ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വിക്രം രാത്രി തനിയിരിക്കുമ്പോൾ ശ്രീജ അങ്ങോട്ട് വരികയാണേ. വിക്രം ചോദിക്കും, ഏട്ടത്തി ഞാൻ എന്തെങ്കിലും അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യുന്നേ ഏട്ടത്തി വിശ്വസിക്കുന്നുണ്ടോ? ശ്രീജ പറയും, ഇന്ന് രാവിലെ വരെ ഇല്ലായിരുന്നു. അച്ഛൻ്റെ ഫോണിലെ വീഡിയോ കണ്ടതുകൊണ്ടാണോ? അപ്പോൾ ശ്രീജ പറയും, അതൊരു നിസ്സാര കാര്യമല്ലല്ലോ വിക്രം. അച്ഛൻ എന്തുമാത്രം വിഷമമുണ്ടായെന്നറിയോ? എന്താ നിനക്ക് പറ്റിയത്? വിക്രം പറയും, കോളേജിൽ വെച്ച് അടി ഉണ്ടായെന്നുള്ളത് സത്യ, പക്ഷേ അതിന്റെ കാരണം കൂടെ ഏട്ടത്തെ അറിയണം. അങ്ങനെ ആ കഥ പറയണേ. കോളേജ് ഇങ്ങനെ കാണിക്കാട്ടോ. കോളേജിൽ കുറേ കുട്ടികൾ അവിടെ ഇരുന്ന് സംസാരിക്കണേ. അപ്പോൾ ഒരു ഗ്യാങ്ങിലേക്ക് ഒരു ചെക്കൻ ഓടി വന്നിട്ട് പറയും, ഡാ സജി, അവള് വരുന്നുണ്ട്. ഇന്നലെ നിനക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തില്ലേ നിമ്മി, എവിടെ? ദാ വരുന്നു. അങ്ങനെ ഇവരെല്ലാവരും ആ പെൺകുട്ടിയെ ഇങ്ങനെ നോക്കുക. വാടാ എന്ന് പറഞ്ഞ ആ പയ്യൻ ദേഷ്യത്തോടു കൂടെ നിമ്മിയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് ആ കുട്ടിയെ തടഞ്ഞു നിർത്തിയിട്ട് നോക്കി, മോളൊന്ന് നിന്നേ, നീ എനിക്കെതിരെ പരാതി കൊടുത്തു എന്ന് കേട്ടല്ലോ. ഞാൻ ഈ ക്യാമ്പസിലേക്ക് സിഗരറ്റ് വലിക്കുന്നു, മദ്യപിച്ച് വരുന്നു, പിന്നെന്താ പെൺകുട്ടികളോട് മോശമായി സംസാരിക്കുന്നു. നീ ആരടി? ഈ കോളേജിലെ പ്രിൻസിപ്പാളോ? അപ്പൊ ആ കുട്ടി പറയും, ഞങ്ങളുടെ ബാച്ചിലെ റബ്ബ് ഞാനാണ്. കോളേജ് യൂണിയനിലെ അംഗം എന്നുള്ള നിലയിൽ അതെന്റെ കടമയാണ്. അങ്ങനെ പരാതിപ്പെടാൻ എനിക്ക് അവകാശമുണ്ട്. ഓഹോ, മോള് രാഷ്ട്രീയം കളിക്കാണോ? ഇയാളൊന്ന് മാറിക്കേ, എനിക്ക് ക്ലാസ്സിൽ പോകണം എന്ന് പറഞ്ഞ് നിമ്മി പോകാൻ തടുക്കുമ്പോ സജീവ് തടയാണ്. ആ കുട്ടിയുടെ കൈ പിടിച്ചു വെക്കും. ഞാൻ പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്നു എന്നാണല്ലോ പരാതി. എന്നാ പിന്നെ ഇവിടെ വെച്ച് തന്നെ നിന്നോട് ഞാൻ മോശമായി പെരുമാറാം, എന്താ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ബലമായി പിടിച്ച് കിസ് ചെയ്യാൻ പോവാണ്. ആ കുട്ടി ആകെ പേടിക്കും. അവിടെ ഉള്ളവരെല്ലാം അതൊന്നും വലിയ മൈൻഡ് ചെയ്യുന്നില്ല, ഇവര് ഗുണ്ടകളാണെന്ന് തോന്നുന്നു. അപ്പോഴായിരിക്കും ഈ കാഴ്ച വിക്രം കാണുന്നത്. വിക്രം അവരുടെ നടുക്ക് വന്ന് ആ കൈവച്ച് അവരെ തടയണേ. അവന്റെ ആൾക്കാര് ഡാ എന്ന് വിളിക്കുമ്പോ ആ സജീവ് പറയും വേണ്ട. അങ്ങനെ വിക്രം പറയും, അതൊരു പാവം കുട്ടിയാണ്, വിട്ടേക്ക്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ പഠിക്കാൻ വരുന്നത്. അപ്പൊ അവൻ ചോദിക്കും, എന്താ നിന്റെ സെറ്റപ്പ് ആണോടാ? പ്ലീസ്, ഒരു പാവമായതുകൊണ്ടാ, വിട്ടേക്ക്. മോള് ചെന്നോ. അങ്ങനെ ആ കുട്ടി പോകാൻ നിൽക്കുമ്പോൾ അവന്റെ ഫ്രണ്ട്സ് വീണ്ടും തടയും. അതിൽ ഈ ചെക്കിന് ദേഷ്യം വന്ന് വിക്രമിന്റെ ഷർട്ട് പിടിച്ച് വലിക്കാട്ടാ. നീ ആരടാ? ഈ കോളേജിലെ ഹീറോയോ? അങ്ങനെയുള്ള സജി, നീ വിട്ടേക്ക്. ഹോ, ഒരു പാവത്താനെ പോലെ നടന്നിട്ട് പെൺപിള്ളേരുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ ഒരു അവസരം കിട്ടിയപ്പോ അത് യൂസ് ചെയ്യണല്ലേ. വിക്രം പറയും, പ്ലീസ്, ആ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാം. നീ എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ പറയാം, അതിനു മുമ്പ് ഇവളുടെ കണക്ക് തീർക്കട്ടെ എന്ന് പറഞ്ഞ വിക്രമിനെ മാറ്റി നിർത്തി ആ പെൺകുട്ടിയോട് വീണ്ടും മോശമായി പെരുമാറാൻ നിൽക്കുക. ആ കുട്ടി പേടിച്ച് വിക്രമേട്ടാന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പിന്നെ വിക്രം ആ ചെക്കനെ അടിക്കില്ലാതെ വേറെ വഴിയില്ലായിരുന്നു. എല്ലാവരും കൂടെ വിക്രമിനെ അടിക്കാൻ വരും. എന്നാൽ വിക്രം ബാഗ് വെച്ച് എല്ലാത്തിനെയും അടിച്ചൊതുക്കിയാണ്. ഈ സമയം ഇതെല്ലാം ആ കോളേജിലെ വേറൊരു പയ്യൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവന്മാരെല്ലാം അടിച്ചോടിച്ച് ആ കിസ് ചെയ്യാൻ വന്ന പ്രശ്നം ഉണ്ടാക്കിയ മെയിൻ സജീവിനെ വിക്രം പറയും, ഡാ ഞങ്ങൾ പഠിക്കാനാണ് ഈ കോളേജിലേക്ക് വരുന്നത്, വെറുതെ ഗുണ്ടായസം കാണിച്ചാലേ ഇനി വളച്ചെടുത്താലുണ്ടല്ലോ എന്നേക്കുമായിട്ട് നിനക്ക് ഈ ക്യാമ്പസിൽ നിന്ന് പോകേണ്ടി വരും, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് വരട്ടിയിട്ടാ വിക്രം അവിടുന്ന് പോകുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ശരിക്കും സംഭവിച്ചത്. ആ അടി ഇങ്ങനെയുണ്ടായതെന്ന് ശ്രീചേർത്തിയോട് വിക്രം പറയണേ. അടി ഉണ്ടാക്കിയതല്ല ശ്രീചേർത്തി, ഫസ്റ്റ് ഇയറിൽ വന്ന പെൺകുട്ടിയുടെ റാഗിങ്ങിന്റെ പേരില് മോശമായി പെരുമാറിയപ്പോ അത് ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല. ഇനി പറ, ഞാൻ ചെയ്തത് തെറ്റാണോ? അപ്പൊ ശ്രീജ പറയും, നിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ അത് ശരിയായിരിക്കാം, പക്ഷേ നിനക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ലേ വിക്രം? ഏട്ടത്തി പറ, ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നത്? നിനക്ക് പ്രിൻസിപ്പളിനെ അറിയിക്കായിരുന്നല്ലോ. വിക്രം പറയും, കൺമുന്നില് ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെടുമ്പോ അപമാനിക്കപ്പെടുമ്പോ അത് തടയണോ, അതോ പ്രിൻസിപ്പളിനെ വിവരം അറിയിച്ച് നടപടിക്ക് കാത്തു നിൽക്കണോ? ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അവൻ ആ പെൺകുട്ടി എന്തെങ്കിലും ചെയ്തേനെ. ശ്രീജ പറയും, എനിക്കറിയില്ല വിക്രം, നീ ഇടപെട്ടത് തെറ്റാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ അതിപ്പോ ഇനി അവര് ഇവിടം വെച്ച് അവസാനിപ്പിക്കുന്നു തോന്നുന്നുണ്ടോ? വിക്രം പറയും, ഇല്ല അടുത്തി, എന്റെ ബാഗില് ആ പാക്കറ്റ് വെച്ചത് അവരാണോന്ന് എനിക്ക് സംശയമുണ്ട്. കോളേജിൽ വെച്ച് അവരത് ഉപയോഗിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ അവര് ഭയം. ശ്രീജ പറയും, എന്തായാലും നീ നാളെ ഈ കാര്യങ്ങളൊക്കെ അച്ഛനോട് തുറന്ന് സംസാരിക്കണം, കേട്ടല്ലോ. ഇനി പ്രശ്നങ്ങളില്ലാതെ പോകാനുള്ള വഴി അച്ഛൻ പറഞ്ഞുതരും. വിക്രം പറയും, നാളെ ആവട്ടെ, ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ഇപ്പോഴത്തെ കാഴ്ചയില് വേദയ്ക്കും എന്നിട്ട് അച്ഛനോടെല്ലാം വിക്രം തുറന്നു പറഞ്ഞോ? ശ്രീജ ഒന്നും മിണ്ടുന്നില്ല. വേദ വീണ്ടും ചോദിക്കും. രാവിലെ എല്ലാം അച്ഛനോട് പറഞ്ഞ് സോൾവ് ചെയ്യാന്നുള്ള ചിന്തയിലായിരുന്നു വിക്രം. പക്ഷേ വേദയ്ക്കും എന്താ ഉണ്ടായത്? ശ്രീജ പറയും, വിക്രമിന്റെ ജീവിതം തന്നെ മാറി തുടങ്ങിയത് അന്നത്തെ ദിവസം മുതലാണെന്ന് പറയാം. പിറ്റേ ദിവസം രാവിലെ ശ്രീജ അടുത്ത് അവിടെ മുറ്റടിച്ചു വാരിക്കൊണ്ട് നിൽക്കുമ്പോ ആ സജീവും കൂട്ടുകാരും കൂടെ അങ്ങോട്ട് വരികയാണേ. ആരാ, എന്താ വേണ്ടത്? വിക്രമില്ലേ? വിക്രമിനെ അന്വേഷിച്ചു വന്നതാ. ശ്രീജടുത്തി ആകെ പേടിക്കും. കാര്യം പറയാം, അവൻ കുറച്ച് പൈസ വാങ്ങിച്ചിരുന്നു, കുറച്ച് സാധനം തരാന്ന് പറഞ്ഞിട്ടുണ്ട്, വീട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നാൽ മതി എന്നാ പറഞ്ഞേ. കഴിഞ്ഞ ആഴ്ച തരാന്നാ പറഞ്ഞത്, സംഭവം കഞ്ചാവാണേ, അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിക്കാൻ വന്നതാ. ശ്രീചേർത്തി ആകെ പേടിച്ച് വിക്രം എന്ന് വിളിച്ച് അകത്തേക്ക് തന്നെ പോവും. എന്താ ഏട്ടത്തി എന്ന് വെച്ച് വിക്രം അങ്ങോട്ട് വരും. ഏട്ടത്തിക്ക് കാണാനല്ല, എനിക്ക് വേണ്ടി വിളിപ്പിച്ചതാ. നിന്റെ ബാഗിലെ കഞ്ചാവില്ലേ, അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. വിക്രം പറയും, അപ്പൊ നീയാണല്ലേ അത് വെച്ചത്? വർത്താനം പറയാതെ അതെടുത്തോണ്ട് വാടാ. അപ്പൊ വിക്രം പറയും, അതെന്റെ അച്ഛൻ കത്തിച്ചു കളഞ്ഞോന്നോ? കാശ് വാങ്ങിച്ച് സാധനം തരാന്ന് പറഞ്ഞിട്ട് ആളെ വടിയാക്കുന്നോ? അപ്പൊ വിക്രം പറയും, അനാവശ്യം പറയരുത്, ഞാൻ കാശൊന്നും വാങ്ങിച്ചിട്ടില്ല. നീ വാങ്ങിച്ചിട്ടുണ്ട്, നിനക്കതിന്റെ കച്ചവടം ഉണ്ട്, ഞാൻ തെളിയിച്ചു തരാം. വിക്രം പറയും, സജി
പ്രശ്നത്തിന് നിൽക്കണ്ട. നിങ്ങൾ ആ കുട്ടിയോട് മോശമായി പെരുമാറുന്നത് കണ്ടിട്ടാ ഞാൻ ഇടപെട്ടത്. അങ്ങനെ ഇടപെടാൻ നീ ആരാടാ? പെൺകുട്ടികളുടെ രക്ഷകനോ? ഈ നിൽക്കുന്നത് നിന്റെ ചേച്ചിയാണോ? ഇവളെ ഞാൻ റാഗ് ചെയ്താ നീ എന്നെ എന്ത് ചെയ്യും? തടയോ? വിക്രവും ശ്രീജേടത്തെയും പേടിക്കും. സജി ഒന്നുമില്ല, എന്നെ വിട്ടേക്ക്, ഞാൻ ഒന്നിലേക്കില്ല. അങ്ങനെ അങ്ങ് വിടാൻ ഉദ്ദേശമില്ലെങ്കിലോ? അങ്ങനെ സജി ആ ശ്രീജേടത്തിയുടെ നേർക്ക് പോകുമ്പോ വിക്രം തടയും. വേണ്ട, വേണ്ടടാ. എന്നാ വിക്രമിനെ അവൻ തള്ളിയിട്ട് ശ്രീജേടത്തിക്ക് നേരെ വീണ്ടും പോകുമ്പോ വിക്രമിന്റെ കൺട്രോൾ പോവാണ്. അവനെ പിടിച്ച് തള്ളും. അതിലയാളെ അടിക്കടാന്ന് പറയുമ്പോഴേക്കും പിന്നെ മുഴുവൻ അടിയായി. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് വിക്രമിനെ അടിക്കാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛ അമ്മയെന്ന് ശ്രീജേടത്തി ഉച്ചത്തിൽ വിളിച്ച് കരയുമ്പോ അവരും ഓടി വരികയാണ്. അങ്ങനെ അവരും ഓടി വന്ന് ഇവരെ തടയുന്ന സമയത്ത് ഒരാള് അവിടെ ഉണ്ടായിരുന്ന ഒരു വടിയെടുത്ത് മാഷ് തലക്കടിക്കാണ്. മാഷ് അപ്പത്തന്നെ ഉച്ചത്തിൽ നിലവിളിച്ച് താഴെ വീഴാണ്. ഇത് കാണുമ്പോൾ വിക്രമിന് ഒന്നുകൂടെ ദേഷ്യം എന്ന് അവരെല്ലാവരെയും അടിക്കുക. മാഷിങ്ങനെ തലയിൽ കൈവച്ച് അവിടെ കിടക്കാണ്. ശ്രീജയും കമലയും കൂടെ മാഷെ പിടിക്കുന്നുണ്ട്. എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മാഷിന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. മാഷ് വേദന ഉണ്ടെങ്കിലും കണ്ണു തുറന്ന് നോക്കുമ്പോ വിക്രം ആ ഗുണ്ടകളെ വീണ്ടും അടിക്കുന്നതാ കാണുന്നത്. മാഷിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ വിക്രം തന്നെയാണ് തെറ്റുകാരൻ. അങ്ങനെ പഠിപ്പിച്ച് വളർത്തിയ മകൻ എല്ലാവരെയും തന്നെ കൺമുന്നിൽ വെച്ച് അടിച്ചു ഓടിക്കുന്നത് മാഷിന് വിശ്വസിക്കാനേ ആവുന്നില്ല. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാടാ എന്ന് പറഞ്ഞ് സജീവും കൂട്ടുകാരും കൂടെ അവിടുന്ന് പോകും. ആടാ എടുത്തോ എന്ന് വിക്രമും പറയും. വിക്രം എന്ന് കമല വിളിക്കുമ്പോ വിക്രം ആ വടിയൊക്കെ അവിടെ ഇട്ട് അച്ഛാന്ന് വിളിച്ച് ഓടിച്ചെന്ന് മാഷടുത്തേക്ക് ചെല്ലണേ. അച്ഛാ ഹോസ്പിറ്റലിൽ പോണോ എന്ന് വെച്ച് എഴുന്നേൽപ്പിച്ചിരുത്തുക. വിടടാ. മാഷ് പറയും, കണ്ടില്ലേ കമല, നിന്റെ മകന്റെ പ്രകടനം കണ്ടില്ലേ? നിന്റെ മകൻ കോളേജിൽ പോകുന്നത് പഠിക്കാനല്ല, ഒരു ഗുണ്ടയായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതച്ഛാ അവരച്ഛനെ അടിക്കുന്നത് കണ്ടപ്പോ നിർത്തടാ. ഇന്നലെ വരെ കാണാത്തൊരു മകനെ ഞാൻ ഇന്നിവിടെ കണ്ടു. ഇത് നന്നായി വാങ്ങിയും കൊടുത്തും ശീലമുള്ളവർക്ക് കഴിയും അച്ഛാ. അപ്പോഴേക്കും മാഷ് പറയും, ഇനി എന്നോട് സംസാരിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ് അവിടുന്ന് നിൽക്കണേ. വിക്രം പിടിക്കുമ്പോ വിടടാ എന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റാണ്. അങ്ങനെ ശ്രീജയും കമലയും കൂടിയാണ് മാഷെ അവിടുന്ന് കൊണ്ടുപോകുന്നത്. വിക്രം അവിടെ ഇരുന്ന് പൊട്ടിക്കരയും. ശ്രീജയും അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് പറയണേ. വേദയ്ക്കും. എന്നിട്ട് അന്ന് വിക്രം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എങ്ങോട്ട്? ആരോടും ഒന്നും പറഞ്ഞതുമില്ല. രാത്രിയായിട്ടും തിരിച്ചു വരാണ്ടായപ്പോ അമ്മ കരച്ചിലും ബഹളമായി. വേദയ്ക്കും അച്ഛൻ അന്വേഷിച്ചില്ലേ? ശ്രീജടുത്ത് പറയും, ഇല്ല, ആരും വിക്രമിനെ അന്വേഷിച്ചു പോകണ്ടെന്നായിരുന്നു അച്ഛന്റെ നിലപാട്. പക്ഷേ ഞാൻ വിശ്വേട്ടനെ കൊണ്ട് അന്വേഷിപ്പിച്ചു. വിക്രം ഒരു സുഹൃത്തിന്റെ കൂടെ ഹോസ്റ്റലിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാ അമ്മയ്ക്ക് സമാധാനമായത്. 2 ദിവസം കഴിഞ്ഞപ്പോ വിശ്വേട്ടൻ അവനെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചോണ്ട് വന്നു. എന്നിട്ട് വിക്രമിന് കോളേജിൽ പോയില്ലേ? ഉവ്. പക്ഷെ വീണ്ടും ആ ഗ്യാങ്ങുമായിട്ട് അടിപിടി ഉണ്ടാക്കി. അവർക്ക് അവനെ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു. എപ്പോഴും അങ്ങോട്ട് ചെന്ന് അടി ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ കുറ്റം എപ്പോഴും വിക്രമിന്റെ തലയിലായി. 1-2 തവണ പോലീസ് സ്റ്റേഷനിൽ പോയി ജാമ്യം എടുക്കേണ്ടി വന്നു. തെറ്റൊന്നും എന്റെ ഭാഗത്തല്ലെന്ന് അവൻ എന്നോടും അമ്മയോടും പറയായിരുന്നു. പക്ഷെ അച്ഛനത് വിശ്വസിച്ചില്ല. അങ്ങനെ ഒരിക്കെ ആരോ എന്തോ ഇൻഫർമേഷൻ കൊടുത്ത് പോലീസ് കോളേജിലെത്തി. കുട്ടികളെ പരിശോധിച്ചു. അക്കൂട്ടത്തില് വിക്രമിന്റെ ബാഗിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തി. ഇത് കേൾക്കുമ്പോ വേദങ്ങ് ഞെട്ടും. മയക്കുമരുന്നോ? ആരോ ചതിച്ചതാണെന്ന് അവൻ ആണയിട്ട് പറഞ്ഞിട്ടും അച്ഛനത് വിശ്വസിച്ചില്ല. അമ്മയുടെ നിർബന്ധം സഹിക്കാനാവാതെ അച്ഛൻ അവന് ജാമ്യം എടുക്കാൻ പോയി. പക്ഷേ എന്ന് പറഞ്ഞ് ആ പഴയ കാര്യം പറയണേ. മാഷ് ഒറ്റയ്ക്കാണ് സൈക്കിളുമായിട്ട് അങ്ങോട്ട് വരുന്നത്. കമല ഓടി വന്നിട്ട് വയ്ക്കും, എന്തായി മാഷേ? അവൻ എന്തേ? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്തായി മാഷേ? ജാമ്യം കിട്ടിയില്ലേ? ഇല്ല. ഇത് കേൾക്കുന്ന കമലയ്ക്കും എന്തു പറ്റി മാഷേ? മാഷിനെ അറിയാവുന്ന ആളല്ലേ അവിടുത്തെ ഇൻസ്പെക്ടർ? അതുകൊണ്ടൊന്നും കാര്യമില്ല കമല. മയക്കുമരുന്ന് കൈവശം വെച്ച കേസായതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം അനുവദിക്കില്ലെന്ന്. നാളെ കോടതി പോയി ജാമ്യം എടുക്കണമെന്ന്. അപ്പൊ ഇന്ന് അവൻ സ്റ്റേഷനിൽ കഴിയണോ? വേറെ നിവർത്തിയില്ല കമല. അവന് ചതിച്ചതാണെന്ന് പറയായിരുന്നില്ലേ മാഷേ? മാഷ് പറയും, മക്കള് തെറ്റ് ചെയ്തോന്ന് അമ്മമാര് അംഗീകരിക്കില്ല കമല. നമ്മുടെ വിക്രം ഇപ്പോ പഴയ ആളല്ല, അവ മാറിപ്പോയി. അറിയാവുന്ന ദൈവങ്ങളെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ നോക്ക്. വേറെ മാർഗമില്ല. ഒരുപാട് കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പല തരക്കാരെയും വഴി തെറ്റാൻ ആഗ്രഹിക്കുന്നവർ എത്ര വിലക്കിയാലും തെറ്റുകളിലേക്ക് തന്നെ ചെന്നെത്തും. നമ്മുടെ മകനും ആ വഴിയാണ്. സഹിക്കല്ലാതെ നമുക്ക് വേറൊരു മാർഗമില്ല. തിരിച്ചു വരാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാഷകത്തേക്ക് പോവാം. വിക്രം എന്ന് വിളിച്ച് കമല അവിടെ നിന്ന് കരയാണേ. അപ്പോഴേക്കും ഇവിടെ ശ്രീജയും വേദയും കൂടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ സംഭവത്തോടു കൂടെ വിക്രമും അച്ഛനും ശരിക്കും സംസാരിക്കാണ്ടായി. വിക്രം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അച്ഛൻ വിശ്വസിച്ചില്ല അല്ലേ എന്ന് വേദ വയ്ക്കുമ്പോ ശ്രീജ പറയും, അതെ. 2000 കുട്ടികൾ പഠിക്കുന്ന കോളേജില് വിക്രമിന്റെ കയ്യിൽ മാത്രം മയക്കുമരുന്ന് വന്നത് എങ്ങനെയാന്ന് അച്ഛൻ ചോദിച്ചത്. വിക്രമിൻ അവസാന വർഷമായിരുന്നു. ആ വർഷം തന്നെയായിരുന്നു അച്ഛന്റെ റിട്ടയർമെന്റ്. കോളേജിലെ വിക്രമിനെ കൊണ്ട് എക്സാം എഴുതിക്കില്ലെന്ന് പറഞ്ഞു. വിക്രം തിരിച്ചും വെല്ലുവിളിച്ചു. വർഷം പോയാലും വേണ്ടിയില്ല, വേറെ കോളേജിലേക്ക് മാറാന്ന് ഞാനും അമ്മയും നിർബന്ധിച്ചതാ. പക്ഷേ അവിടെ പഠിക്കുന്ന മറ്റു കുട്ടികളോടൊപ്പം പരീക്ഷ എഴുതണമെന്ന് വിക്രമിന് വാശിയായിരുന്നു. അവസാനം അമ്മയുടെയും ഞങ്ങളുടെയും നിർബന്ധം കാരണം അച്ഛൻ കോളേജിൽ ചെന്ന് പ്രിൻസിപ്പാളെ കണ്ടു. മാഷ് പോലീസ് കര കൂട്ടിയിട്ട് പോലീസ് വണ്ടിയിലാണ് കോളേജിലേക്ക് പോയത്. മാഷ് ചെല്ലോ, പ്രിൻസിപ്പൾ അനുവദിച്ചാലേ ഞങ്ങൾക്ക് കോളേജിനകത്തേക്ക് വരാൻ പറ്റൂ. അങ്ങനെ മാഷ് കോളേജിലേക്ക് ഇറങ്ങി പോവാണ്. അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് പോലീസുകാര്. അങ്ങനെ ആ പ്യൂണ് വന്ന് ഒരു പാരന്റ് കാണാൻ വന്നിട്ടുണ്ട്.
പ്രിൻസിപ്പാൾ പറയും വിളിക്കോ. അങ്ങനെ മാഷ് പ്രിൻസിപ്പാളുടെ റൂമിലേക്ക് ചെല്ലാണ്. പ്രിൻസിപ്പാൾ പറയും വരൂ ഇരിക്കോ. ഞാനിവിടെ പഠിക്കുന്ന വിക്രമിന്റെ അച്ഛനാണ് സുധാകരൻ. ആ സുധാകരൻ മാഷെ നല്ല മിടുക്കനായിരുന്നു. എന്താ നിങ്ങളുടെ മകന് പറ്റിയത്? ഇപ്പോഴും വേണമെന്ന് വെച്ചാ തിരുത്താവുന്നതേ ഉള്ളൂ. അതെ സാർ, അതിനവൻ തയ്യാറാണ്. പ്രിൻസിപ്പൾ പറയും നല്ല കാര്യം. യൂണിവേഴ്സിറ്റി ലെവലില് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കാൻ കഴിവുള്ള കുട്ടിയാ. കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് അത്രയ്ക്ക് മികച്ചതായിരുന്നു. മാഷ് പറയും ഞങ്ങളുടെയും സ്വപ്നവും പ്രതീക്ഷയും അതാണ് സാർ. പക്ഷേ അവനെ അതിന് അനുവദിക്കില്ലെന്നാ പറയുന്നത്. അപ്പൊ പ്രിൻസിപ്പളേക്കും ആരെ സാറിനറിയാലോ, ഈ കോളേജിൽ ഒരു നൊട്ടോറിയസ് ഗ്രൂപ്പ് ഉണ്ട്. അവർക്ക് വേണ്ടിയാ വിക്രം വഴക്കുണ്ടാക്കിയത്. അത് വിക്രമിന് വേണ്ടി ആയിരുന്നില്ല താനും. കൺമുന്നിൽ വെച്ച് ഒരു പെൺകുട്ടി അപമാനിക്കപ്പെട്ടത് കണ്ടപ്പോ അവൻ ഇടപെട്ടു. അതിന്റെ പിറകെയാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്. സ്വന്തം കാര്യം നോക്കി ഒന്നിലും ശ്രദ്ധിക്കാതെ നടന്നിരുന്നെങ്കിൽ എന്റെ മകന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു സാറേ. പക്ഷെ മനുഷ്യത്വവും സഹജീവി സ്നേഹമുള്ള ആരുമായാലും അതിൽ പ്രതികരിച്ചു പോയില്ലേ സാറേ. എച്ച് എം പ്രിൻസിപ്പൾ പറയും സജുവായിട്ടുള്ള പ്രശ്നം ഞങ്ങൾക്കും അറിയാവുന്നതാ. പലതവണ ഞങ്ങൾ അയാളെ വാൺ ചെയ്തതുമാണ്. പല പ്രാവശ്യം സസ്പെൻഡ് ചെയ്തും ചെയ്തു. പക്ഷേ എനിക്ക് മുകളില് പല ആൾക്കാരിൽ നിന്നും നല്ല പ്രഷർ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സസ്പെൻഷൻ പിൻവലിക്കേണ്ടി വന്നു. പക്ഷെ അതിനുശേഷവും വിക്രം ചില പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ടല്ലോ എന്നിങ്ങനെ മാഷോട് വീണ്ടും കാര്യങ്ങൾ പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത്. അങ്ങനെ ആ പെൺകുട്ടി കാരണമാണ് വിക്രം ഇങ്ങനെയായി തീർന്നത്. അപ്പം അടുത്ത ഭാഗത്ത് കാണാം. ഇതിന്റെ പ്രൊമോയിട്ട് ഉടൻ കാണാം. റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്